കരയരുത്. ടീച്ചറെ സന്തോഷിപ്പിക്കാനോ വന്നു, കരയരുത്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ദിബീഷിൻ്റെ വീട്ടിലാണ്. ഇന്നലെ ഞങ്ങൾ ദിബീഷിൻ്റെ വീട്ടിൽ രാത്രി എത്തി. രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു. ഇന്നിപ്പോൾ രാവിലെ ഇവിടുന്ന് തിരിക്കുകയാണ്. നമ്മൾ ഒരു സെലിബ്രിറ്റി മീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളും എക്സൈറ്റഡ് അല്ലേ? ഹായ്, ഇന്നലെ നമ്മുടെ 2 സ്റ്റുഡൻസ് ടീച്ചർമാരെ മീറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആതിരയും അതുപോലെ സുനിതയും. ആതിര വന്നപ്പോൾ സുനിതയും ഗിഫ്റ്റ് കൊണ്ടുവന്നു. ആതിര വന്നപ്പോൾ കൊണ്ടുവന്നത് കേക്കും ബ്രൗണീസുമാണ്. ബ്രൗണീസ് ഇന്നലെ തന്നെ കഴിച്ചു തീർത്തു. അപ്പോൾ കേക്കാണ്. അപ്പോൾ നമുക്കിന്ന് കേക്ക് കട്ട് ചെയ്യാം. എക്സലൻറ്റ് കേക്കാണ്, അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. താങ്ക് യു സോ മച്ച് ആതിര. ഇപ്പോൾ ദിബീഷിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മറ്റേ അതെടുത്ത് പോവാം. നീ പക്ഷെ ഇവിടുന്ന് ദിബേഷിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ബ്ലോഗർ അനിൽകുമാറിനൊപ്പം സുജ ആർ മോഹൻ. ഇനി നമ്മൾ അടുത്ത ഒരു ലോങ് യാത്രയിലേക്കുള്ള പ്രയാണത്തിലാണ്. ഹായ് ഗൈസ്, നമ്മൾ ആക്ച്വലി എനിക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം ഉണ്ണിവാവയായിട്ട് സംസാരിക്കുമ്പോൾ, ഉണ്ണിവാവ വ്ളോഗ്സിൻ്റെ അവരുടെ അമ്മ മിനി, അപ്പോൾ മിനിയായിട്ട് ഒരുപാട് നാളത്തെ പരിചയമാണ്. അപ്പോൾ മിനിയായിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ മിനി എന്തായിരുന്നു അവരുടെ സ്ഥലത്തിൻ്റെ പേര്? ഒറ്റപ്പാലം. ഞാൻ ഒറ്റപ്പാലം, ആരും ചിരിക്കരുത് കേട്ടോ, ഒറ്റപ്പാലം എറണാകുളത്താണെന്നാണ്, എറണാകുളത്തിനടുത്താണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തന്നു മിനി ചെല്ലാനായിട്ട്. അപ്പോൾ ഞാൻ ലൊക്കേഷൻ എടുത്ത് ചേട്ടനെ കാണിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, എടി ഇത് പാലക്കാടാ. പാലക്കാട്. അപ്പൊ നേരെ മിനിയെ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഒറ്റപ്പാലം എറണാകുളത്തിനല്ല, വേറെ ഒറ്റപ്പാലം. ഞാൻ എങ്ങനെയൊക്കെ മിനിയോട് സംസാരിക്കുമ്പോൾ 130 കിലോമീറ്റർ താഴെ വരുന്നില്ല എറണാകുളത്ത്. മിനിയോട് ചോദിക്കുമ്പോ മിനി പറയുന്നുണ്ട്, മിനി അടുത്ത് ഞാൻ എന്നിട്ടും പറഞ്ഞു നമുക്ക് എറണാകുളത്ത് കറങ്ങാൻ പോവാം, അപ്പം ഇവിടെ അങ്ങനെ കറങ്ങാൻ അധികം സ്ഥലമൊന്നും ഇല്ലാട്ടോ ടീച്ചറെ എന്നൊക്കെ ആള് പറയുകയും ചെയ്തു. ഞാൻ എറണാകുളം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ആള് ശ്രദ്ധിക്കാഞ്ഞതാണോ എന്റെ പൊട്ടത്തരാണോ ആർക്കറിയാം. എന്തായാലും വിറ്റായിപ്പോയി ഗൈസ്. അങ്ങനെ ചേട്ടൻ പിന്നെ പറഞ്ഞു ഇതുപോലെ പാലക്കാടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വിനിയെ വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ ആള് പറഞ്ഞു ടീച്ചർ പാലക്കാടാണ്, എന്തായാലും വരാതിരിക്കല്ലേ വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവിടുന്ന് നമുക്ക് ഏകദേശം 3-3.5 മണിക്കൂർ യാത്രയുണ്ട്. നോക്കിയെടുക്കണേ, ചെറിയൊരു പാലമാണ്. ഓക്കെ, അങ്ങനെ എന്തായാലും യാത്രയുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച് കുഴപ്പമില്ലല്ലോ, നമുക്ക് ചോദിച്ചു പോവാ അല്ലേ. നമുക്ക് ലൊക്കേഷൻ അതൊക്കെ ഒരു രസമല്ലേ. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് യാത്ര ഇഷ്ടമാണെങ്കിലും നമുക്ക് പിന്നെ ഒത്തിരി ലോങ്ങൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കൊരു, എന്നെ സംബന്ധിച്ച്, ചേട്ടൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചേട്ടൻ എത്ര ദൂരം വേണമെങ്കിലും പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ യാത്ര പോകലും ഒരുപാട് ലോങ്ങൊക്കെ കാറിൽ പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അയ്യോ അത്രയും പോകണമല്ലോ എന്നൊക്കെ ചിന്തിക്കും. ഇപ്പോൾ എനിക്ക് നമ്മുടെ പുത്തേറ്റ് ട്രാവൽ വ്ളോഗ്സ് ജലചേച്ചിയുടെ വീഡിയോ കണ്ടതിന് ശേഷം പുള്ളിക്കാരി ഒരു 30 days ഒക്കെ അല്ലേ ട്രെക്കിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കതിന് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ കിട്ടി. 2 കാര്യങ്ങളാണ് അവരുടെ വീഡിയോയിൽ നിന്ന് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത്. ഒന്നാമത് അവരുടെ ഡ്രൈവിങ്, ഹെവി ലൈസൻസ് ഒക്കെ എടുത്ത് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അതുമല്ല അവർ വളരെ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കൂളായി ആൻഡ് കംഫർട്ടായിട്ടൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. അവരുടെ സ്റ്റൈൽ, വേ ഓഫ് ടോക്കിംഗ്, ഇന്നസെൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഒന്നത്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദൂരമൊക്കെ കാശ്മീർ വരെയൊക്കെ പോവാം, 30 ദിവസമൊക്കെ ട്രാവൽ ചെയ്യുക, അതൊക്കെ ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ. അപ്പോൾ ഞാൻ ചിന്തിച്ചു 30 ദിവസമൊക്കെ ലോറിയിൽ ഇതിലെ ചേട്ടൻ 30 ദിവസമൊക്കെ ലോറിയിൽ ട്രാവൽ ചെയ്യുന്നതല്ലേ അവരൊക്കെ, നമുക്ക് ഇവിടുന്ന് പാലക്കാട് വരെ പോലെ എന്താ പാട്. 3 മണിക്കൂർ യാത്ര എറണാകുളത്ത് നിന്ന്. അപ്പോൾ ഞങ്ങള് പാലക്കാട്ടേക്ക് പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഉണ്ണിനെ വാവയൊക്കെ കാണാനായിട്ട്. സോ നമുക്ക് പോവാം. നിങ്ങൾ വരെയല്ലേ ടീച്ചർ അമ്മയോടൊപ്പം ഉണ്ണി വാവയുടെ വീട്ടിലേക്ക്. സീറ്റ് ബെൽറ്റ് ഇട്ടില്ല ഗൈസ്, അത് കാരണം നമ്മുടെ പൊന്നുകുട്ടി കിടന്ന് ടിക് 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 അടിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നാൽ ഇതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും.
സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിയുമ്പോൾ ചെറിയ ഒരു വലിച്ചിൽ ഫീൽ ചെയ്യും. നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ പിടിച്ചിറുക്കി വലിച്ച് സീറ്റിലോട്ട് ഒട്ടിച്ചങ്ങ് വെക്കും. നേരെ മുമ്പിൽ സ്കൂട്ടറിൽ പോകുന്നത് ദിവീഷാണ് കേട്ടോ. അതെ, നമ്മുടെ ദിവീഷ് പോകുന്നു. ദിവീഷ് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റൊരു സഹോദരനാണ്. നമുക്ക് സ്റ്റുഡൻസ് ആണെങ്കിലും അതായത് നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുമല്ലോ. ഏകദേശം 4 വർഷമായി ദിവീഷ് നമ്മുടെ കൂടെ കൂടിയിട്ട് ഇന്നും നമ്മളോടൊപ്പം. അതായത് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോഴും നമ്മളോട് അത്രയും ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഫാമിലി വാല്യൂ ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് ദിവീഷ്. അതുകൊണ്ടാണ് നമ്മൾ ദിവീഷിനെ, ഞങ്ങൾ എപ്പോൾ എറണാകുളത്ത് വന്നാലും ഒന്നി ദിവീഷ് ഞങ്ങളോട് വന്ന് ഹോട്ടലിൽ സ്റ്റേ ചെയ്യും. നമ്മുടെ കണ്ണനും മലുവായിട്ടും ഒക്കെ നല്ല കൂട്ടാണ്. ഫാസ്റ്റ് കഴിക്കുകയാണ്. നെയ് റോസ്റ്റ്, വട, ചട്നി, സാമ്പാർ, ഇതൊക്കെയാണ് ഇന്ത്യൻ കോഫി ഹൗസിലെ നല്ല രുചികരമായ ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ ഉണ്ണിവാവയുടെ വീടിന് അടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഉണ്ണിവാവയെ കാണാനായിട്ട്. അപ്പം നമുക്ക് ഇപ്പം എത്താട്ടോ. നമ്മള് വ്ളോഗിൽ കണ്ടിട്ടേ ഉള്ളൂ ആ വീട്. നമ്മൾ ഉണ്ണിവാവ വ്ളോഗ്സിൻ്റെ അവരവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. വീടെത്താറായി ഗൈസ്. ആരാണ് ഗേറ്റ് തുറക്കാൻ വരുന്നത് നോക്കട്ടെ. ഉണ്ണിയാണോ വന്നിട്ടുള്ളത് ഗേറ്റ് തുറക്കാൻ? അകത്തേക്ക് ഇടാൻ പറ്റുമോ? അകത്ത് പറ്റൂല. കരയരുത്. ടീച്ചറെ സന്തോഷിപ്പിക്കാനാ വന്ന, കരയരുത്. എനിക്കില്ലേ സത്യത്തില് ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഉണ്ണിവാവ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഉണ്ണിവാവയുടെ ചാനൽ കാണാത്തവര് കയറി നോക്കുക. ഫാമിലി വ്ളോഗേഴ്സ് ആണ്. ഞങ്ങളെ വീട്ടിലേക്ക് വന്നതാട്ടോ. ഭയങ്കര സന്തോഷം. ഞാൻ ടീച്ചറുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പോഴത്തെ ഒരു വിഷമവും പ്രശ്നങ്ങളിലും എന്നെ ടീച്ചർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടീച്ചറുടെ ക്ലാസ്സും എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, നമ്മളെ വീട്ടിലേക്ക് ടീച്ചർ വന്നിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ് കേട്ടോ. കാരണം ഞാൻ ഒരു വിഷമഘട്ടത്തിലൂടെ പോകുമ്പോൾ എന്നെ ഒരുപാട്, എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് ഇടറും. അത്രയും എന്നെ മെൻ്റലി ഹെൽപ്പ് ചെയ്തത് എൻ്റെ ടീച്ചറാട്ടോ. ഞാൻ ആ ഒരു അവസ്ഥയിൽ എന്നെ ഇത്രയും ഉയർത്തി എന്നെ ഈ ഒരു ഇതിൽ നിർത്തിയത് ടീച്ചറുടെ ക്ലാസ്സുകളാണ്. പിന്നെ ടീച്ചർ എന്നെ മെൻ്റലി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ കോള് വിളിക്കും, സംസാരിക്കും. ഒരു അമ്മേനെ പോലെയൊക്കെ പറയാൻ വേണച്ചാൽ എന്നെ ഇപ്പൊ എന്നെ നേരിൽ കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ടീച്ചർ എന്നെ കാണാന്നുള്ളത് ഒരു തരത്തില് മാനിഫെസ്റ്റ് ചെയ്യാൻ കൊല്ലത്തുനിന്ന് ടീച്ചർ എന്നെ കാണാൻ ഇങ്ങോട്ട് വരണെച്ചാൽ പാവം ഭയങ്കര ട്രാവൽ ഉണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. കാര്യം എനിക്ക് വേറൊന്നുമല്ല, മിനിയെ ഒന്ന് ഹാപ്പി ആക്കണം, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ അടുത്ത് പാവം ഒന്നും ഫുഡ് ഒന്നും ഉണ്ടാക്കണ്ട, എനിക്ക് നിങ്ങളെ നമുക്കൊന്ന് കാണണം, പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യണം. ടീച്ചറിനെ വെറുതെ വിടില്ല. എന്തൊക്കെയാണ് വിശേഷങ്ങള്? അതിനെന്താ അതെ, ഞാൻ എന്റെ ടീച്ചർക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കൊറിയർ വന്ന പെട്ടികളാണ്. അപ്പൊ അതിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് പ്രൊഡക്റ്റുകൾ വന്നത് നല്ല നല്ല പ്രൊഡക്റ്റുകൾ അന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ടീച്ചർക്ക് അയച്ചു കൊടുക്കാന്ന് വിചാരിച്ചതാണ്. പിന്നെ ടീച്ചർ വരണ്ടെന്ന് പറഞ്ഞപ്പോ കയ്യിൽ തന്നെ കൊടുക്കാന്ന് വിചാരിച്ചു. ഇത് ഞാൻ ടീച്ചർക്ക് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ടീച്ചർക്ക് താങ്ക് യു. പിന്നെ ഇതൊക്കെ പ്രൊഡക്റ്റുകളാണ്. അത് നമുക്ക് പ്രൊമോഷൻ വരുന്ന പ്രൊഡക്റ്റുകൾ, നമ്മൾ നല്ല നല്ല പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. ഞാൻ പറയാറില്ലേ മാമാർത്തിൻ്റെ ഒക്കെ. അപ്പൊ ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിലുള്ള ഇന്നലെ രാത്രി ഞാൻ ഇതൊക്കെ എടുത്തിട്ട് ഉള്ളിന്ന് ഉറക്കാതെ എടുത്തെടുത്ത് പാക്ക് ചെയ്യുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞ സന്തോഷം വന്നിട്ടേ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പൊ എന്തായാലും വരാം.
എന്നാലും കൊണ്ടുവന്നോ. നല്ല ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിൽവർ പ്ലേ ബട്ടൺ ഏറ്റവും അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിൽവർ പ്ലേ ബട്ടൺ. ഉണ്ണിവാവയുടെ സിൽവർ പ്ലേ ബട്ടൺ ആണിത്. ഉണ്ണിച്ചക്ക ഇന്ന് ഫുൾ ഇതുണ്ടോ ഞാൻ നടി ലഡുവുമായി വരട്ടെ. മമ്മിയുടെ പ്രോട്ടീൻ ലഡു. താങ്ക് യു. ഞാൻ എന്റെ ടീച്ചർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് അടിപൊളി. ഇതിലെല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. ടേസ്റ്റ് ഇല്ലെങ്കിലും ഭയങ്കര ഹെൽത്തിയാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് മതിയാവണില്ല കേട്ടോ. ഉണ്ട്. ഇനി ടീച്ചറിന് 2 ദിവസം അവിടെ ഇരുത്തിയിട്ട് ടീച്ചറുടെ ക്ലാസ്, ടീച്ചറുടെ സ്റ്റുഡൻസിന് ടീച്ചറുടെ ക്ലാസ് ഒക്കെ ഇനി ഇവിടെ വെച്ചിട്ടായിരിക്കും. പിന്നെ ടീച്ചർ നമുക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കൊടുത്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ സ്നാക്സ് അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. പക്ഷെ എനിക്കറിയാം ഉണ്ണി ജിമ്മിന് പോകുന്ന ആളാണ്, അപ്പൊ ആൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കണം എന്ന് എനിക്കറിയാം. ഫുൾ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ എന്റെ ഇഷ്ട ഫേവറേറ്റ് ചോക്ലേറ്റ് ഫെറാറോ റോസ്റ്റർ. കാണിച്ചോട്. നമ്മളെ വീട്ടിലേക്ക് വരുന്നവരില്ലേ, ഇവര് ഇഷ്ടപ്പെടിച്ച് കൊണ്ടുവരുന്ന ആൾ. അയ്യോ ഫേവറേറ്റ് ചോക്ലേറ്റ്. ഇവർക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. പിന്നെ ബാക്കി ഫുൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഗൈസ്. ഇതൊക്കെ കാണിച്ചു കൊടുത്തേക്കാൻ നോക്കിയേ. ടീച്ചർ ആള് കൊള്ളാലോ. പെൺകുട്ടികളില്ലാത്തോണ്ടേ ആൾക്ക് ഭയങ്കര ഇഷ്ടം പെൺകുട്ടികളെ. അതെ, പോവാൻ തോന്നുന്നില്ല ഇവിടുന്ന്. ടീച്ചറിനായോണ്ട് കുഴപ്പമില്ല. അതെ അതെ, നമുക്ക് ഉണ്ണീന് 2 ദിവസം വിടാം. കൊണ്ടോ ടീച്ചർ നമ്മുടെ വീട്ടിൽ ക്ലീൻ ആയിട്ട് കണ്ടിട്ട് ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ വീട് ക്ലീൻ ആവണമെങ്കിൽ എന്നെ കൊണ്ടുപോകണം. അവിടെ കൊണ്ടിട്ട് കാര്യമില്ല. എന്റെ 2 പുത്രന്മാരെ എപ്പോഴും ഇങ്ങനെ വലിച്ചു വാരി ഇടും. അപ്പൊ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കും, നിങ്ങളുടെ വീഡിയോസ് ഇതുപോലെ യൂട്യൂബ് കണക്ട് TV-ല് മദർ ലവ് ഞങ്ങളും എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കാണും. ഞാൻ കണ്ടു പഠിക്കാം. അമ്മമാര് വാരി വലിച്ചിടല്ല. ഇത് ഞാൻ ചെറുപ്പം തൊട്ടേക്ക് പഠിപ്പിച്ചത് അവിടെ ഇടണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത്. ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു മമ്മി. മൈ വേ ബൈ കല്യാണി എന്ന ചാനൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ കല്യാണിയെ വീഡിയോ കോൾ ചെയ്ത് കല്യാണിയായിട്ട് സംസാരിച്ചു. അയ്യോ, ഭയങ്കര ബിഗ്ഗസ്റ്റ് ഫാൻ ഓഫ് യു. കല്യാണിയുടെ ഒരു വീഡിയോ ഇല്ല കാണാത്തത്. എന്റെ സ്ഥലം എവിടാന്നറിയാവോ? പാരിപ്പള്ളി. അപ്പൊ ഞങ്ങള് ഒന്ന് കല്യാണി, പിന്നെ മറ്റേ പുത്തൂറ്റ് ബ്ലോഗില്ലേ, പുത്തേറ്റ് ട്രാവൽ ബ്ലോഗ്സിൽ ഒരു ജലചേച്ചി ഉണ്ടല്ലോ. ഞാനിങ്ങനെ കല്യാണിയെ കണ്ടോണ്ടിരിക്കും, ഭയങ്കര ഇഷ്ടം. അപ്പുകുട്ടൻ എവിടെ? കല്യാണിയായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇനി നമുക്കായിട്ട് ഒരുക്കി വെച്ചേക്കുന്ന വിഭവങ്ങൾ പറയൂ. ഫിഷ് ഫ്രൈ, ചിക്കൻ കറി, മസാല അവിയലും കൂടെ ഉണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞ സാമ്പാർ, തേങ്ങ അരച്ച സാമ്പാർ. ഞങ്ങളുടെ കൊല്ലത്തെ സാമ്പാർ ഇങ്ങനെയല്ല, തേങ്ങ അരക്കാത്ത സാമ്പാർ. ഇത് പയറ് തോരൻ, പച്ചപ്പയർ, ഞങ്ങളുടെ നാട്ടിൽ മെഴുക്ക് വരട്ടിയത്. ഇവിടെ ഉപ്പേരി എന്നൊക്കെ പറയും. ഉപ്പേരി, തോരൻ. ഇത് മമ്മിയുടെ മാസ്റ്റർ പീസ് ആണ് മസാലക്കറി. ഇവിടെ എല്ലാവരുടെയും അങ്ങനെ. ഞാനില്ലേ, നമുക്കിങ്ങനെ ബാഗുകളൊക്കെ ഇങ്ങനെ പ്രൊമോഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ബാഗ് ഉണ്ട് ഇവിടെ. ഞാനിങ്ങനെ ഓരോ ആൾക്കാർക്ക് കൊടുക്കും. അപ്പൊ ഞാൻ ഇപ്പൊ എന്ത് വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറുള്ള ഒരാളാണ്. ശരി, ബാഗ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ സൈഡിൽ വെറുതെ ഇങ്ങനെ രാശിക്ക് പൈസ ഇട്ടു. അപ്പൊ ഞാൻ പറയാം, നിറച്ചുണ്ടാവട്ടെ എന്നൊരു കമ്മീഷൻ എനിക്ക് അയച്ചു. താങ്ക് യു. എനിക്ക് ആര് ഗിഫ്റ്റ് തന്നാലും ഞാൻ അവർക്ക് ഉമ്മ കൊടുക്കും. ഉമ്മ വേണ്ടവരൊക്കെ ഗിഫ്റ്റ്. അതെ അതെ, ഉമ്മ വേണ്ടവർക്ക് ഗിഫ്റ്റ്. ശരി, മതി, ഇറങ്ങും.
ഓക്കെ, ഞങ്ങള് പോകാനായിട്ട് ഇറങ്ങിയതാണ്. പോണ്ട. അയ്യോ ടീച്ചർ പോവല്ലേ. കുറെ നേരം പറഞ്ഞു പോണ്ടെന്ന്, പക്ഷെ അവർക്ക് പോയേ പറ്റും. നാളെ ക്ലാസ് ഒക്കെ എടുക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ നാളത്തെ ക്ലാസ് ജനുവരി തൊട്ടിട്ട് ക്ലാസ്സിലുണ്ട് കേട്ടോ ടീച്ചറുടെ. ജനുവരി ഫുള്ള്, ഫെബ്രുവരി ഫുള്ള്, മാർച്ചിക്ക് ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ 3 ക്ലാസ് ഞാൻ കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ലൈഫ് ലോങ് ഉള്ള എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും. കാരണം അപ്പോൾ നമ്മൾ ഒന്നും കൂടി നല്ല സ്ട്രോങ് ആയിട്ടേ ഇരിക്കും. ഞാൻ ഇത്രയും സ്ട്രോങ് ആയതിന്റെ ഫുൾ ക്രെഡിറ്റ് ടീച്ചർക്കാട്ടോ. ടീച്ചർ ഭയങ്കര ഇഷ്ടം പെൺകുട്ടികളെ, അതുകൊണ്ട് ഞങ്ങള് 3 ആളിനെയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനിയും ടീച്ചറുടെ വീഡിയോസ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഞങ്ങളൊരു ഗോവ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തു അല്ലേ? അതെ, ഞങ്ങൾ പോകുന്നുണ്ട്. ഫാമിലി ഒരുമിച്ച് ഞങ്ങൾ ട്രിപ്പ് പോവാണ്. അടിച്ചു പൊളിച്ച് നമ്മുടെ വൈബ് ഇങ്ങനെ കൂട്ടാം. അതെ 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 അതെ. അപ്പൊ എന്തായാലും ശരി, അവര് അതിനകത്ത് കയറിയിരിക്കുന്ന കാണുന്നില്ല. അങ്കിൾ പെറുക്കി വിടും. പുതിയ ഡ്രൈവർ. ഡ്രൈവർ ആവശ്യമുണ്ടോ? സെയിം കളർ, സെയിം വണ്ടിയുടെയും ഡ്രസ്സിന്റെയും സെയിം കളർ. You can manifest this car. Yes. Okay. Now onwards. Feel as if it is your car. Okay. You are driving. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് 2 സ്റ്റുഡൻസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വാക്ക് ചോദിച്ചെങ്കിൽ ഞാൻ പറയില്ല പാലക്കാട് നടന്ന്. ഓക്കെ, ബിംബിതയും എൻ്റെ അമ്മ ബിംബിതയും പിന്നെ നാൻസി എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. കടയിലെ കാണുമ്പോ ഞാൻ ഇങ്ങനെ മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പൊ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലവ് യു ഓൾ. ബൈ ബൈ.